നമസ്കാരം, ഞാൻ അനിൽ ഗോപി. ഈ വീഡിയോയിൽ ഞങ്ങൾ SSLC വരെ പഠിച്ച ഊരുട്ടുകാലിലുള്ള ഗവൺമെൻറ് MTS സ്കൂളും പരിസരവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന 4-ാം തീയതി SSLC വരെ പഠിച്ച സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കുടുംബ സംഗമം പ്രോഗ്രാം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അവിടെയുള്ള അധ്യാപകർ ക്ഷണിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വന്നതാണ്. എൻ്റെ കൂടെയുള്ളത് ശശികുമാറും ദിലീപ് കുമാറുമാണ്. ഇത് പ്രൈമറി സെക്ഷനാണ്. ഇവിടെയാണ് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ. ഇവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഇത് 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച ക്ലാസ് റൂമുകളുള്ള ബിൽഡിംഗാണ്. ഇതാണ് ഈ സ്കൂളിലെ മെയിൻ ബിൽഡിങ്ങും. ഇവിടെ ജമന്തി കൃഷി ചെയ്യുന്നുണ്ട്. അത് വരുന്ന ഓണത്തിനോടനുബന്ധിച്ചാണ് ഈ ജമന്തി കൃഷി ചെയ്യുന്നത്. ധാരാളം സ്കൂളുകളിൽ കൃഷിഭവനിൽ നിന്നും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞത്. പക്ഷെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഈ സ്കൂളിലെന്നാണ് അവർ പറഞ്ഞത്. അതായത് കൃഷിഭവനിലെ ജീവനക്കാർ വന്ന് അവരുടെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പൂ പറിക്കുന്ന സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഉണ്ടാവുമെന്നാണ് അധ്യാപകർ പറയുന്നത്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണുന്നില്ല. നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ ഒരു പഴയ കിണറുണ്ടായിരുന്നു. അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു മരമാക്കി മാറ്റിയിരിക്കുന്നു. നല്ല ഭംഗിയില്ലേ കാണുന്നതിന്. കുട്ടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ഏരിയയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ പുറത്ത് ബോർഡിൽ ഊണ്, എലിശ്ശേരി, പുളിശ്ശേരി, ചമ്മന്തി, മുട്ട എന്നിങ്ങനെ എഴുതി കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് കഴിക്കാൻ കൊതി തോന്നി. ഉച്ച സമയമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. കാരണം ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 1 മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം തുടങ്ങിയത്. പിന്നെ ഞാൻ 9-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്ക് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനേ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഞ്ഞിയൊന്നല്ല, ഊണ് തന്നെയാണ് കൊടുക്കുന്നത് സ്കൂളിൽ. ഈ വിവരം ഞാൻ അവിടെ പാചകം ചെയ്യുന്ന ചേച്ചിയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് എന്തായാലും ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അവരൊന്ന് നിർബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ 3 പേര് അവിടുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ഭക്ഷണം. അവിടുത്തെ കുട്ടികളും ഞങ്ങളോടൊപ്പം വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ആ ചേച്ചിമാരെ ഞങ്ങൾ ഫംഗ്ഷന് ക്ഷണിച്ചു. അവർ ഉറപ്പായിട്ട് അവർ വരുമെന്ന് പറഞ്ഞു. സ്കൂളും പരിസരവും കാണുമ്പോൾ പഴയ കാലത്തേക്ക് പോയതുപോലെ തോന്നി. എന്തായാലും ഇവിടെ പഠിച്ചവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അത് തോന്നുന്നതിന് യാതൊരു സംശയമില്ല. മറ്റന്നാളത്തെ കാര്യത്തിനുള്ള തയ്യാറെടുപ്പിന് സ്കൂളിലോട്ട് പോകണം. അതൊക്കെ പറ്റുമെങ്കിലൊന്ന് ഷൂട്ട് ചെയ്യണം. എന്തായാലും ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വേറെ ദിവസത്ത് കാണാം. ഓക്കെ, ബായ്. ഹൃദയ ശീതളഛായയിൽ ഉണരും ഊരുട്ടുകാല വിദ്യാലയം. അറിവിൻ ആദ്യാക്ഷരങ്ങളിൽ അനുപമ നിത്യ യൗവന വസന്തം. വാരി വിതറിയ മാഗന്ധം തേന്മാഗന്ധം. ഊരുട്ടുകാല വിദ്യാലയം, ഊരുട്ടുകാല വിദ്യാലയം. സത്ഹൃദയ ശീതളഛായയിൽ ഉണരും
ഊരുട്ടുകാല വിദ്യാലയം അറിവിൻ ആദ്യാക്ഷരങ്ങളിൽ അനുപമ നിത്യ യൗവന വസന്തം വാരി വിതറിയ മാഗന്ധം തേന്മാഗന്ധം